ഇന്നത്തെ ടോപ്പിക് ഇമോഷണൽ കൗൺസിലിംഗ്. എന്താണ് ഇമോഷണൽ കൗൺസിലിംഗ്? നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും പ്രകടിപ്പിക്കാനും നിയന്ത്രിക്കാനുമുള്ള ഒരു പ്രക്രിയയാണ് ഇമോഷണൽ കൗൺസിലിംഗ്. സ്നേഹം, ദേഷ്യം, വെറുപ്പ് ഇവ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു, നമ്മുടെ ചിന്തകളെയും സാഹചര്യങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് എങ്ങനെ നമ്മിൽ വളർത്തും, നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള സുരക്ഷിതമായ ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ് ഇമോഷണൽ കൗൺസിലിംഗ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമോഷണൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനും മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കാനും ഇമോഷണൽ കൗൺസിലിംഗ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ലൈഫിൽ ഇമോഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമോഷൻസ് ആണ് നമ്മുടെ പെരുമാറ്റത്തെയും തീരുമാനങ്ങളെയും ഗൈഡ് ചെയ്യുന്നത്. നമ്മുടെ വികാരങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത്. നമ്മുടെ വികാരങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ പെരുമാറുന്നത്. നമുക്ക് ദേഷ്യം വന്നിരിക്കുമ്പോൾ നമ്മുടെ തീരുമാനങ്ങളിലും പെരുമാറ്റങ്ങളിലും ദേഷ്യം പ്രകടമായിരിക്കും. നമ്മൾ നമ്മുടെ ഇമോഷൻസ് ഡീൽ ചെയ്യുന്ന രീതി നമ്മുടെ റിലേഷൻഷിപ്സിനെ ബാധിക്കുന്നു. കുടുംബ ബന്ധത്തെ, ദാമ്പത്യത്തെ, ജോലിയെ, സൗഹൃദത്തെ, അയൽബന്ധങ്ങളെയെല്ലാം നമ്മുടെ ഇമോഷൻസ് നമ്മൾ ഡീൽ ചെയ്യുന്ന രീതി ബാധിക്കുന്നു. നമ്മുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ഭയങ്കര ദേഷ്യം വരുമ്പോൾ, ഭയങ്കര സങ്കടം വരുമ്പോൾ നമ്മളത് എങ്ങനെ ഡീൽ ചെയ്യുന്നു? നമുക്ക് ഭയങ്കര സങ്കടം വരുമ്പോൾ ഹെൽത്തിനെ ബാധിക്കുന്നു. നമുക്ക് നല്ല സ്ട്രെസ് ഉണ്ടാവുന്നു. ബോഡിയിൽ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവുന്നു. നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ടാൽ നമുക്ക് തലവേദന എടുക്കും. അത് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഇമോഷൻസ് ഹെൽത്തിനെ ബാധിക്കുന്നു. അതുപോലെ നമ്മുടെ വിജയത്തെ ബാധിക്കുന്നു. എങ്ങനെയാണ് ഇമോഷൻസ് വിജയത്തെ ബാധിക്കുന്നത്? കാരണം നമ്മുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല, നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല, നമ്മുടെ ബിഹേവിയർ ശരിയാവുന്നില്ല, ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത് നമ്മുടെ വിജയത്തെയും ബാധിക്കുന്നു. ഇമോഷൻസ് എന്തിനാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? അത് അവോയ്ഡ് ചെയ്താൽ പോരെ എന്ന് തോന്നുന്നുണ്ടല്ലേ? പോരാ. ടെൻഷൻസ് എല്ലാം മനസ്സിലിട്ട് സ്ട്രെസ് ഒരു അഗ്നിപർവ്വതം പോലെ ഉള്ളിൽ കിടന്ന് തിളച്ച് മറിയുമ്പോഴും പുറമെ ശാന്തത കാണിച്ചാൽ ഒടുവിൽ അത് ബ്ലാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും. ഇമോഷൻസ് മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ സ്വയം അഭിനന്ദിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.